Section 2AC Anand Pattern Milk Cooperative Society means a primary and dairy cooperative society, otherwise known as Ksheerolpadaka Saharana Sangham, registered in or after 1st day of January 1980 and functioning as per the modern bylaws of Anand Pattern with the principal objectives of procurement and marketing of milk and milk products and pouring marketable surplus of milk to the regional cooperative milk producers union and for providing inputs to the dairy farmers within the area of operation of the society. ഇവിടെ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് അറിയപ്പെടുന്ന ഈ സംഘം ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി 1918 അതിനുശേഷമോ രജിസ്റ്റർ ചെയ്തു വരുന്നതും ആനന്ദ് മാതൃകയിലുള്ള മാതൃകാ ബൈലോ പ്രകാരം പ്രവർത്തിച്ചു വരുന്നതും സംഘത്തിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ പാലും പാലുൽപ്പന്നങ്ങളും സംഭരിക്കുക, വിപണനം നടത്തുക എന്നിവ പ്രഥമ ഉദ്ദേശമായിട്ടുള്ളതും മേഖലാ ക്ഷീരോത്പാദക യൂണിയനിൽ പാൽ നൽകുന്നതും സംഘത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ക്ഷീരകർഷകർക്ക് ആവശ്യമായ സാമഗ്രികൾ കൊടുക്കുന്നതുമായ ക്ഷീരോത്പാദക സഹകരണ സംഘത്തെയാണ് എന്ന് പറയുന്നത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പ്രൈമറി ആൻഡ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലാതെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പ്രൈമറി ആൻഡ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മിൽമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കും. ഇത് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്? 1918 ജനുവരി 1 അതിനുശേഷമോ രജിസ്റ്റർ ചെയ്ത പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഏത് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ആസ് പെർ ദ മോഡേൺ ബൈലോസ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ? പാലും പാലുൽപ്പന്നങ്ങളുടെ സംഭരണവും വിതരണവും മാത്രമല്ല, ആ മേഖലയിൽ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള പാൽ അത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിൽ കൊടുക്കുക എന്താണ് ഇതിൻ്റെ ലക്ഷ്യമാണ്. 2ADയിൽ പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് മീൻസ് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് internal control systems of the society and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principles, and it includes complaints audit, performance audit as well as IT audit. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നാണ് സെക്ഷൻ 2ADയിൽ പറയുന്നത്. അതായത് സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടത്തുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ്? സംഘത്തിൻ്റെ രൂപീകരണം, നടത്തിപ്പ്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ബുക്കുകളുടെയും അക്കൗണ്ടുകളുടെയും മറ്റു രേഖകളുടെയും സൂക്ഷിക്കൽ, അതുപോലെ ആഭ്യന്തര നിയന്ത്രണ സംവിധാനം ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. സഹകരണ തത്വങ്ങളനുസരിച്ച് അംഗങ്ങളുടെ സാമ്പത്തിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉപയോഗപ്രദമായിരുന്നു എന്നതിൻ്റെയും സൂക്ഷ്മമായ ഒരു വിലയിരുത്തലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കംപ്ലയിൻസ് ഓഡിറ്റും അതുപോലെ പെർഫോമൻസ് ഓഡിറ്റും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റും ഉൾപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ അത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ പറയാനുള്ളത്. സെക്ഷൻ 2Bയിൽ പറയുന്നു ബൈലോസ് മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതായത് ഒരു സഹകരണ സംഘത്തിൻ്റെ നിലവിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട ബൈലോ ആണ് ഇവിടെ ബൈലോ എന്ന അർത്ഥത്തിൽ പറയുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്, അത് നിലവിലുണ്ടായിരിക്കണം. അതായത് കഴിഞ്ഞു പോയ ബൈലോ ഒരിക്കലും ബൈലോ എന്ന് പറയില്ല. അതുപോലെ ബൈലോ ഭേദഗതിക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അതിനെയും ബൈലോ എന്ന് പറയില്ല. കാരണം ബൈലോ ഭേദഗതിക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അത് എമെൻഡഡ് ബൈലോ ആയി മാറുന്നു. അത് എന്ന് മുതലാണ്, അതായത് എമെൻഡഡ് ബൈലോ എന്ന് മുതലാണ് പ്രാബല്യത്തിന് വരുന്നത്, ആ ഡേറ്റ് മുതലാണ് അതിനെ ബൈലോ എന്ന് വിളിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അതെന്താണ്? എമെൻഡഡ് ബൈലോ ആണ്. അതുപോലെ കഴിഞ്ഞ കാലത്തെ ബൈലോ ഒക്കെ എന്താണ്? അതൊക്കെ പഴയതാണ്. അതൊന്നും ഈ ഡെഫിനിഷൻ പ്രകാരം ബൈലോ ആയി കണക്കൂട്ടില്ല. നിലവിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട ബൈലോ ആണ് എന്ത്? ഒരു ബൈലോ എന്ന് സെക്ഷൻ 2B പ്രകാരം അർത്ഥമാക്കുന്നത്. അടുത്ത 2Cയിൽ പറയുന്നു
Circle Cooperative Union means a circle cooperative union constituted under Section 88. അതായത് സെക്ഷൻ 88 വകുപ്പ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് അർത്ഥമാക്കുന്നു. ഇവിടെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെഴുതണം? സെക്ഷൻ 2C എഴുതണം. സെക്ഷൻ 2Cയിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ് എഴുതേണ്ടത്? സെക്ഷൻ 88 എഴുതേണ്ടത്. സെക്ഷൻ 2Dയിൽ പറയുന്നു സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് jurisdiction over one or more revenue district but not the whole of the state as its area of operation and having as its members only other societies and declared as such by the registrar or the government. അതായത് ഒന്നോ അതിലധികമോ റവന്യൂ ജില്ലകളിന്മേൽ അധികാരപരിധിയുള്ളതും എന്നാൽ സംസ്ഥാനം മുഴുവൻ അതിൻ്റെ പ്രവർത്തന പ്രദേശം അല്ലാത്തതും അതിലെ അംഗങ്ങളായി മറ്റ് സംഘങ്ങൾ മാത്രമുള്ളതും രജിസ്ട്രാറോ സർക്കാരോ അപ്രകാരം പ്രഖ്യാപിക്കുന്നതുമായ സംഘത്തെയാണ് സെൻട്രൽ സംഘം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ സംസ്ഥാനം മുഴുവനും അല്ല ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതുകൂടാതെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഓൺലി അതർ സൊസൈറ്റീസ് ആണ്. അതുമാത്രമല്ല ഇത് ഒരു സെൻട്രൽ സൊസൈറ്റിയായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഒന്നുകിൽ രജിസ്ട്രാറിന് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാം. രണ്ടുപേർക്കും എന്ത് ചെയ്യാം? സെൻട്രൽ സൊസൈറ്റിയാണ് എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ്. സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ whatever designation called and includes an officer of the state government or an employee of any other institution or cooperative society who discharges the functions of a chief executive under the act, the rules or the bylaws. ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ മലയാളം മീനിങ് എന്താണ്? മുഖ്യ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നാണ് മീനിങ്. ഇവിടെ എന്താണ് പറയുന്നത്? ഏതു നാമത്തിൽ അറിയപ്പെട്ടിരുന്നാലും സഹകരണ നിയമത്തിനും ചട്ടത്തിനും നിയമാവലിക്കും അനുസൃതമായി ചുമതലകൾ നിർവഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനോ സഹകരണ സംഘം ജീവനക്കാരനോ മറ്റേതൊരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനോ ആകുന്നു ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത് ഈ ആക്ട് പ്രകാരം ആർക്കൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി നൽകാം എന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കൊക്കെ കൊടുക്കാം? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഒരു ഓഫീസർക്ക്, അല്ലെങ്കിൽ ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു ജീവനക്കാരനും, അല്ലെങ്കിൽ മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഏതൊരു ജീവനക്കാരനും എന്ത് ചെയ്യാം? ചീഫ് എക്സിക്യൂട്ടീവ് എന്ന പദം കൊടുക്കാവുന്നതാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ളതായിരിക്കണം? ഈ ആക്ട് പ്രകാരമുള്ളതും അതുപോലെ ചട്ടത്തിൽ പറയുന്ന പ്രകാരമുള്ളതും അതുപോലെ തന്നെ ബൈലോയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും ചീഫ് എക്സിക്യൂട്ടീവ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അടുത്ത സെക്ഷൻ 2DB കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് മീൻസ് an effective software solution that covers the complete day-to-day functions of primary agricultural credit societies through a centralized architecture. അതായത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ മുഴുവൻ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് അർത്ഥമാക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ പല കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും വേറെ വേറെ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ ലേറ്റസ്റ്റ് കൊണ്ടുവന്നൊരു കാര്യമാണ് കോമൺ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് എവിടത്തേക്ക് വേണ്ടിയിട്ടാണ്? ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിലേക്കാണ്. ഇവിടെ കേരള ബാങ്കിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് പാക്സുകൾക്ക് മാത്രമായാണ് കോമൺ സോഫ്റ്റ്വെയർ ഇവിടെ പറയുന്നത്. സെക്ഷൻ 2DC കൺസോർഷ്യം means a formal association of cooperative societies formed based on a common objective for establishing a new entity for raising funds for providing
ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. കൺസോർഷ്യം എന്നാൽ പൊതു ആവശ്യത്തിനായി ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുക എന്ന പൊതു ഉദ്ദേശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരത്തോടെ രൂപീകൃതമായ സഹകരണ സംഘങ്ങളുടെ ഒരു ഔപചാരിക കൂട്ടായ്മ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതെന്താണ്? ഒരു ഫോർമൽ അസോസിയേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഔപചാരിക കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് ഒരു പൊതു ലക്ഷ്യമുണ്ടായിരിക്കും. കൺസോർഷ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നിർബന്ധമായി ആവശ്യമാണ്. സെക്ഷൻ 2E കമ്മിറ്റി മീൻസ് the governing body of a cooperative society by whatever name called to which the management of the affairs of the society is entrusted. കമ്മിറ്റി എന്നാൽ ഏത് പേരിനാൽ അറിയപ്പെട്ടാലും സംഘത്തിൻ്റെ ഭരണനിർവഹണം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി എന്ന് അർത്ഥമാക്കുന്നു. നമുക്കറിയാം, കമ്മിറ്റീസ് ചിലപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. സോ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗവേണിംഗ് ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി.